നമസ്കാരം. ഇന്ന് അമേസിംഗ് റേയിൽ ഒരു അത്യപൂർവമായ ഒരു ഭാഗ്യമാണ് ഞങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നത്. ഒരുപാട് ആധ്യാത്മിക ആചാര്യന്മാർ നമ്മുടെ ചാനലിൽ വന്നിട്ടുണ്ട്. ഇന്നും അത്തരത്തിലുള്ളൊരു വലിയൊരു ആധ്യാത്മിക ചൈതന്യമാണ് ഇന്ന് ഞങ്ങളുടെ മുന്നിൽ ഞങ്ങളുടെ അമേസിംഗ് റേയിൽ എത്തിയിട്ടുള്ളത്. സ്വന്തം പേരിന് കളങ്കമുണ്ടാകുമോ, ഭൂരിപക്ഷം ആളുകൾ എന്ത് പറയും എന്നൊക്കെ ചിന്തിച്ചിട്ട് സംസാരിക്കുകയും ചെയ്യുമ്പോൾ നമ്മുടെ സംസ്കാരത്തോട് കാണിക്കുന്ന ഒരു അനീതിയും പറയേണ്ടതുപോലെ പറയേണ്ട വേദികളിൽ പറയണം സന്യാസി. ശിവലിംഗത്തിൽ ആർത്തവ രക്തം ഒഴുകുന്ന ഒരു ചിത്രം. നട്ടലുള്ള ഹിന്ദു ഇവിടെ ഉണ്ടെങ്കിൽ ആ ലോട്ടറി അവിടെ വിൽക്കുന്നതിൽ തടസ്സപ്പെടുത്തണം. എന്തായാലും ഈ ലോട്ടറി എല്ലാം വാങ്ങുന്നത് ഹിന്ദുക്കളാണ് അധികവും വാങ്ങുന്നത്. ഇസ്ലാം മതത്തിൽ അതൊന്നും ബാധകമല്ലെങ്കിലും രഹസ്യമായിട്ട് അവരതൊക്കെ വാങ്ങുന്നുണ്ട്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ 90% ആളുകളും ഹിന്ദുക്കളാണ്. ഞാനൊരു ഹിന്ദുവാണ് എന്ന് പറയാൻ നട്ടല്ലില്ല, ആണത്തമില്ല, ചങ്കുറപ്പില്ല. ആ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ തന്നെയുള്ള ഇസ്ലാം വളരെ പച്ചയായി ഞാനൊരു മുസ്ലിമാണ് എന്ന് പറയുന്നു. ഹരിവരാസനം. എനിക്ക് തോന്നുന്നു അത്തരം പദ്ധതികളൊക്കെ ഉണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള വേട്ടയോ കൊള്ളയോ ഒക്കെ നടക്കില്ല എന്നെനിക്ക് തോന്നിപ്പോയി. അപ്പോൾ താക്കോൽ ആരുടെ കയ്യിലാണ്? കള്ളൻ്റെ കയ്യിൽ തന്നെയാണ്. അവിശ്വാസിക്കുന്നതിനാ ക്ഷേത്രം. ഇവിടെ ഒരു കമ്മ്യൂണിസ്റ്റുകാരനും ഇവിടുത്തെ ഒരു കോൺഗ്രസ്സുകാരനും കോൺഗ്രസിൻ്റെ പേരിൽ ഒരു BJP കാരനും ഇവിടെ ഉണ്ടാവുകയുമില്ല. 2047 ടാർഗറ്റ് ചെയ്യുന്ന വർഷം. പാർട്ടിക്ക് ഫണ്ടുണ്ടാക്കാൻ, കാശുണ്ടാക്കാൻ വേണ്ടി ക്ഷേത്രങ്ങളിൽ അവിടെ നിയമിച്ചുകൊണ്ട് സ്വർണം കൊള്ള ചെയ്യുവാൻ ഉള്ളൊരു സംവിധാനം വളരെ ബുദ്ധിപൂർവ്വം AKG സെൻറ്ററിൽ നിന്ന് ആലോചിച്ച് വച്ചിരിക്കുകയാണ്. നിങ്ങളുടെ മക്കളുടെ അവസ്ഥ നാളെ എന്താകും എന്ന് നിങ്ങൾ ആലോചിക്കുന്നുണ്ടോ? ഇവിടുത്തെ കോൺഗ്രസ് ആലോചിക്കുന്നുണ്ടോ? മതേതരത്വം പറയുന്ന കോൺഗ്രസ്. ശ്രീരാമദാസ് മിഷൻ അധ്യക്ഷൻ ശക്തി ശാന്താനന്ദ മഹർഷിയാണ്. സ്വാമിജി, നമുക്ക് സ്വാഗതം ചെയ്യാം. സ്വാമിജി നമസ്കാരം. യൂട്യൂബിൽ ഒരുപാട് വൈറലായ പ്രസംഗങ്ങളാണ് അങ്ങനെയുള്ളത്. സാധാരണ ഈ ആധ്യാത്മിക ആചാര്യന്മാരൊന്നും അത്തരം രീതിയിലൊരു വൈറലായൊരു പ്രസംഗം നടത്താറില്ല. എന്തുകൊണ്ടോ അവർ ശാന്തരായി മാറുന്നു. ഞാൻ അങ്ങയുടെ ഈ പ്രസംഗം കേട്ടപ്പോൾ എനിക്ക് ഓർമ്മ വന്നത് സ്വാമി സത്യാനന്ദ സരസ്വതി സ്വാമിജിയാണ്. സ്വാമിയുടെ ആ ഒരു പ്രസംഗം നമ്മൾ പല ചെറുപ്പക്കാരെയും പ്രകമ്പനം കൊള്ളിച്ചുള്ളതാണ് ആ കാലഘട്ടങ്ങളിൽ. എനിക്ക് സ്വാമിജി അങ്ങയിലൂടെ കാണാൻ എനിക്ക് കഴിഞ്ഞു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ ഒരു ഇൻ്റർവ്യൂ വേണം എന്ന് ഞങ്ങൾ ആധ്യാത്മികതയാണ് കൂടുതൽ പറയുന്നതെങ്കിലും സാമൂഹിക സാഹചര്യങ്ങളോട് നമുക്ക് വിലയിരുത്തി പോകാമെന്ന് വിചാരിക്കുകയാണ്. ഇങ്ങനെ ഒരു പ്രഭാഷണം നടത്താൻ പ്രചോദനം എന്തായിരുന്നു? ഒന്ന്, സന്യാസി എങ്ങനെ ആകണം, എങ്ങനെ ആകരുത് എന്ന് നമ്മൾ വളരെ വ്യക്തമായി മനസ്സിലാക്കണം. സമൂഹം സന്യാസി ധർമ്മത്തെയും സംസ്കാരത്തെയും പ്രതിനിധാനം ചെയ്യുന്ന വ്യക്തിയാണ്. ഭാരതത്തെ സംബന്ധിച്ച് സംസ്കാരം രൂപപ്പെട്ടിരിക്കുന്നത് സന്യാസികളിൽ നിന്നാണ്. അതുകൊണ്ടാണ് ആർഷ സംസ്കാരം എന്നതിനെ പറയുന്നത്. അതെ. ആ സന്യാസി പക്ഷപാതപരമായിട്ട് സംസാരിക്കുകയും ലാഭോദ്ദേശത്തോടു കൂടി സംസാരിക്കുകയും അതുപോലെ തന്നെ സ്വന്തം പേരിന് കളങ്കമുണ്ടാകുമോ, ഭൂരിപക്ഷം ആളുകൾ എന്ത് പറയും എന്നൊക്കെ ചിന്തിച്ചിട്ട് സംസാരിക്കുകയും ചെയ്യുമ്പോൾ അത് നമ്മുടെ സംസ്കാരത്തോട് കാണിക്കുന്ന ഒരു അനീതിയും സന്യാസത്തോട് കാണിക്കുന്ന മര്യാദകേടുമാണ്. പൊതുവിൽ ഈ സാധാരണ എല്ലാവരും സൈലൻ്റ് ആകുമ്പോൾ സന്യാസ ജീവിതം എന്ന് പറയുന്നത് ഇനി മുന്നോട്ടൊന്നുമില്ല, എല്ലാത്തിനെയും നമ്മൾ കണ്ട് ഒരു ആത്മീയപരമായി സൈലൻ്റ് ആകുക എന്നുള്ള ഒരു വിഷനാണ് ഇതുവരെയുള്ള ആളുകൾ തുടർന്നത്. സാധാരണ ജനത്തിനും അത് തന്നെയാണ്. എല്ലാം ത്യജിച്ചു, ഇനി അദ്ദേഹത്തിനൊന്നുമില്ല, ഭൗതിക സുഖങ്ങളൊന്നും വേണ്ട, അപ്പോൾ ഇത്തരം വാക്കുകൾ കൊണ്ടൊന്നും സമൂഹത്തിന് പറയേണ്ട കാര്യമില്ല, രാമനാമം ജപിച്ച് കഴിഞ്ഞാൽ മതി എന്നൊരു സാധനം ആളുകളുടെ മനസ്സിലുണ്ട്. അതാണ് എൻ്റെ ഈ ചോദ്യത്തിന് കാരണം. അത് പൂർണ്ണമായും ശരിയല്ല. കാരണം ആ ധാരണ പൂർണ്ണമായും ശരിയല്ല. സ്വാമി വിവേകാനന്ദനും സന്യാസിയായിരുന്നു. അതെ. അമേരിക്കയിൽ ചെന്ന് ഒരു സന്യാസിയും പറയാൻ ധൈര്യം കാണിക്കാത്ത കാര്യങ്ങളാണ് അദ്ദേഹം പറഞ്ഞത്. തീർച്ചയായും. അതിന് എത്രയോ പ്രാവശ്യം സ്റ്റാൻഡിങ് ഒവേഷൻ കിട്ടി എന്നുള്ളതും നമുക്കൊക്കെ അറിയാം. അതെ. അപ്പോൾ പറയേണ്ടതുപോലെ പറയേണ്ട വേദികളിൽ പറയണം സന്യാസി. അതിന് മാതൃകാപരമായി സ്വാമി വിവേകാനന്ദൻ നമ്മുടെ മുന്നിലുണ്ട്.
ജഗദ്ഗുരു സ്വാമി സത്യാനന്ദ സരസ്വതി തൃപ്പാദങ്ങൾ. അദ്ദേഹവും അമേരിക്കയിൽ വേൾഡ് പാർലമെൻറ്റ് ഓഫ് റിലീജിയൻസ് അതിൽ സംബന്ധിച്ചപ്പോൾ വളരെ വ്യക്തമായി ഇന്ന് ലോകത്ത് നടന്നുകൊണ്ടിരിക്കുന്ന മതപരിവർത്തന പ്രക്രിയകൾക്കെതിരെ സംസാരിക്കുകയുണ്ടായി. പലരും അദ്ദേഹത്തോട് പറഞ്ഞു, ഇവിടെ വന്ന് അങ്ങനെ സംസാരിക്കുമ്പോൾ വളരെയധികം സൂക്ഷിക്കണം സ്വാമിജി എന്ന്. അമേരിക്കയിൽ സ്വാമി പറഞ്ഞു, എനിക്ക് അമേരിക്കയെന്നും ഭാരതമെന്നും ബ്രിട്ടനെന്നും ജർമ്മനിയൊന്നും ഉള്ള വ്യത്യാസമൊന്നുമില്ല. ഞാൻ ധർമ്മത്തിൻ്റെ പ്രതീകമാണ്. ധാർമ്മികമായി എന്താണോ പറയേണ്ടത് അത് ഞാൻ പറയും. ധർമ്മത്തിനെതിരെ എവിടെ ആര് വിരലുയർത്തിയാലും ശബ്ദമുയർത്തിയാലും അതിനെതിരെ പ്രതികരിക്കേണ്ടതും അതിനെ തിരുത്തേണ്ടതും സന്യാസിയുടെ ധർമ്മമാണ്. ഭയം എന്ന് പറയുന്നത് സന്യാസിയെ സ്പർശിക്കുന്ന കാര്യമേ അല്ല. ഇതാണ് സ്വാമിജി പറഞ്ഞത്. അദ്ദേഹം വളരെ ശക്തമായി പറയുകയും ചെയ്തു. പിന്നൊന്ന്, രാവണവധത്തിന് മന്ത്രവും അസ്ത്രവും കൊടുത്തത് അഗസ്ത്യൻ എന്ന് പറയുന്ന മഹർഷിയാണ്, സന്യാസിയാണ്. ശാന്തത എവിടെയാണ് വേണ്ടത്? യുദ്ധരംഗത്തല്ല ശാന്തത വേണ്ടത്. ശാന്തത മനസ്സിന് മാത്രം മതി. പക്ഷേ ആക്ഷനിൽ ശാന്തത എന്ന് പറയുന്നത് വേണ്ടിടത്ത് മാത്രം വേണം, അല്ലാത്തടത്ത് വേണ്ട. യുദ്ധരംഗത്ത് ശാന്തതയല്ല ഉള്ളത്. ശരി, കേരളം അത്തരത്തിലൊരു യുദ്ധഭൂമിയാണെന്ന് തന്നെയാണ് ഇപ്പോൾ സനാതനധർമ്മത്തിനെതിരെയും ഇത്തരം ആധ്യാത്മിക ആചാരങ്ങൾക്കെതിരെയും ഇപ്പോൾ സർക്കാരായിരുന്നാലും മറ്റ് സംഘടനകളായിരുന്നാലും നിരന്തരം യൂട്യൂബുകളിലൂടെ അവരുടെ ചില പ്രസ്താവനകളൊക്കെ നമ്മൾ ഒരുപാട് വേദനിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ അങ്ങേപ്പോലുള്ള മഹാരഥന്മാർ അത് വേദികളിൽ വന്ന് അങ്ങനെയല്ല, നമ്മൾ ഇതാണ് എന്ന് ചൂണ്ടിക്കാണിക്കുന്ന ഒരവസ്ഥയിലേക്ക് വന്നു. ഇത് ചൂണ്ടിക്കാണിക്കേണ്ടി വരുന്നത് ഹൈന്ദവ സമൂഹമാണ് ഇതാദ്യം ചൂണ്ടിക്കാണിക്കേണ്ടത്, സന്യാസിയല്ല. ഹൈന്ദവ സമൂഹം ഇതിനെതിരെ പ്രതികരിക്കാതെ വരുമ്പോഴും ഇത്തരം കാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കാതെ വരുമ്പോഴും സന്യാസി അവൻ്റെ ധർമ്മം നിർവഹിക്കുന്നതെന്ന് മാത്രമാണ്. ഇപ്പോൾ സന്യാസി നിർവഹിക്കേണ്ട ധർമ്മം സന്യാസി നിർവഹിച്ച് തന്നെ കഴിയും. ഒരു ഓർമ്മപ്പെടുത്തലാണ് ഇടയ്ക്കിടയ്ക്ക്, അങ്ങനെയാണോ? തീർച്ചയായും സമൂഹത്തെ ഓർമ്മപ്പെടുത്തുകയും സമൂഹത്തെ ധർമ്മത്തിൻ്റെ പന്ഥാവിലൂടെ നയിക്കുകയും ചെയ്യുക എന്നുള്ളത് സന്യാസിയുടെ ലക്ഷ്യമാണ്. പിന്നെ സന്യാസികൾ പല തരത്തിലുണ്ട്. ഇപ്പോൾ ദശമനാമി സമ്പ്രദായത്തിൽ 10 സമ്പ്രദായമുണ്ട് ഇല്ലേ? അത് ശങ്കരാചാര്യരെ ചിട്ടപ്പെടുത്തിയിരിക്കുന്നതാണ്. അതിലിപ്പോൾ അവധൂതന്മാരുണ്ടെങ്കിൽ അവധൂതന്മാരെ ഇതൊന്നും ബാധിക്കുന്ന കാര്യമല്ല, അത് വേറൊരു സന്യാസ വൃത്തിയാണ്. ദിഗംബരന്മാരുണ്ട്, അവരെ ഇതൊന്നും ബാധിക്കുന്ന കാര്യമല്ല. സന്യാസികളെ ഇവിടെ സരസ്വതി സമ്പ്രദായമാണ് ജഗദ്ഗുരു സ്വാമി സത്യാനന്ദ സരസ്വതിയുടേത്. അദ്ദേഹം പറഞ്ഞത് സരസ്വതി സമ്പ്രദായത്തിൽ സാമൂഹിക സേവ എന്ന് പറയുന്നത് ഉള്ളതാണ്. അങ്ങനെ സമൂഹത്തെ ധർമ്മത്തിലേക്ക് നയിക്കുവാനുള്ളൊരു ബാധ്യത കൂടി ആ സമ്പ്രദായത്തിനുമുണ്ട്. ഇനി ഏത് സമ്പ്രദായമാണെങ്കിലും ശരി, സന്യാസിയാണോ ധർമ്മം നിർവഹിക്കുന്നതിന്, ധർമ്മം നിലനിർത്തുന്നതിന് വേണ്ടി എന്തൊക്കെ ചെയ്യാൻ കഴിയുമോ അതൊക്കെ ചെയ്തേ പറ്റൂ. അതവൻ്റെ കടമയാണ്. തീർച്ചയായിട്ടും അങ്ങോട്ട് ചോദിക്കാനൊരു ചോദ്യമുള്ളത്, അങ്ങും കേട്ട് കാണാം, നമ്മുടെ ഭാഗ്യക്കുറി കേരളത്തിലെമ്പാടും പല ജോലി ഇല്ലാത്തവർക്ക് തൊഴിൽ എന്നുള്ള രീതിയിലാണിപ്പോൾ ആ ഭാഗ്യക്കുറി മുന്നോട്ട് പോകുന്നത്. അതിൽ അച്ചടിച്ച് വന്ന ഒരു ചിത്രത്തെക്കുറിച്ച് ഇപ്പോൾ വലിയ വിവാദമാണ്. ശിവലിംഗത്തിൽ ആർത്തവരക്തം ഒഴുകുന്ന ഒരു ചിത്രം. ഹിന്ദു ഐക്യവേദിയുടെ ശശീല ടീച്ചറിനെ പോലെയും വിജയ് തമ്പി സാറിനെ പോലുള്ള ആളുകൾ ഇതൊക്കെ പ്രതികരിച്ചു തുടങ്ങി. കേരളത്തിൽ എന്തുകൊണ്ട് ഇങ്ങനെ ഒരു സംസ്കാരം? കേരളത്തിൽ എന്തുകൊണ്ട് എന്ന് ചോദിച്ചാൽ, കേരളത്തിൽ അവിശ്വാസികളുടെ അതിപ്രസരം, കമ്മ്യൂണിസത്തിൻ്റെ ചിന്താഗതികൾ ഈ കേരളത്തിൽ വളരെയധികം അഴിഞ്ഞാടുന്ന ഒരു രീതിയാണ് നമ്മളിവിടെ കാണുന്നത്. കാരണം ഈശ്വര വിശ്വാസികളെ എന്ത് ചെയ്താലും ഇവിടെ ചോദിക്കാനും പറയാനും ആരുമില്ല. ഈശ്വരനെ എത്ര രീതിയിൽ ആക്ഷേപിച്ചാലും ഇവിടെ ആരും ചോദിക്കാനില്ല. ഹിന്ദു സമൂഹം ഒന്നും ചോദിക്കില്ല. ഇങ്ങനൊരു വിചാരമാണ് അവർക്കിതിനുള്ള ശക്തി കൊടുക്കുന്നത്. അതേസമയം ഞാനും തിരിച്ചു ചോദിക്കട്ടെ, ഇസ്ലാം സമുദായത്തിൻ്റെ സങ്കല്പങ്ങൾക്കെതിരെയാണ് ഇത്തരമൊരു പ്രവൃത്തിയെങ്കിൽ എന്തായിരിക്കും ഇവിടുത്തെ ഇസ്ലാമിൻ്റെ പ്രതികരണം? മുഹമ്മദിൻ്റെ ഒരു പടം, മുഹമ്മദിൻ്റെ അള്ളാവിൻ്റെ പടമൊന്നും ഒരിടത്തുമില്ല. ഇനി സങ്കല്പത്തിൽ മുഹമ്മദ് എന്നുള്ള വാക്കുച്ചരിച്ചപ്പോൾ തന്നെ കൈവെട്ടി മാറ്റി. അതെ, സങ്കല്പം എന്നുള്ള നിലയിൽ തന്നെ മുഹമ്മദിനെയോ അല്ലെങ്കിൽ അള്ളാഹു എന്ന് പറയുന്ന ആ സങ്കല്പത്തെയോ ബാധിക്കുന്ന രീതിയിൽ എന്തെങ്കിലും ചെറിയ ഒരു കാര്യം കേരള ലോട്ടറിയിലുണ്ടാവും. ഉണ്ടായാൽ എന്തായിരിക്കും ആ സമൂഹത്തിൻ്റെ പ്രതികരണം എന്ന് ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റുകാരന്, ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റ് സർക്കാരിന്, ഇവിടുത്തെ മതേതര സർക്കാരിന് വളരെ വ്യക്തമായി അറിയാം എന്നുള്ളത് കൊണ്ടാണ് അതൊന്നും തന്നെ സംഭവിക്കാത്തത്. ഹിന്ദുവിൻ്റെ മേലെ ഏത് രീതിയിൽ കുതിര കയറിയാലും ശരി, ഒന്നും സംഭവിക്കില്ല എന്നുള്ളൊരു വിചാരമുണ്ട്. പക്ഷേ ആ വിചാരം തെറ്റാണ് എന്ന് തെളിയിക്കേണ്ടുന്ന സമയമാണിത്. തീർച്ചയായിട്ടും ഒരു ലോട്ടറി കടകളിലും ഈ ലോട്ടറി വിൽക്കുവാനുള്ള സാഹചര്യം ഉണ്ടാകരുത്. നട്ടലുള്ള ഹിന്ദു ഇവിടെ ഉണ്ടെങ്കിൽ ആ ലോട്ടറി അവിടെ വിൽക്കുന്നതിൽ തടസ്സപ്പെടുത്തണം. എന്തായാലും ഈ ലോട്ടറി എല്ലാം വാങ്ങുന്നത് ഹിന്ദുക്കളാണ്.
ഹിന്ദുക്കളാണ് അധികവും അത് വാങ്ങുന്നത്. വാങ്ങുന്നത് ഇസ്ലാം മതത്തിൽ അതൊന്നും ഇസ്ലാം ബാധകമല്ല. മതത്തിന് ബാധകമല്ലെങ്കിലും രഹസ്യമായിട്ട് അവരതൊക്കെ വാങ്ങുന്നുണ്ട്. അതിരിക്കട്ടെ, പലതും അവർ അംഗീകരിക്കാത്തത്, അവരുടെ മതം അംഗീകരിക്കാത്തത് വളരെ രഹസ്യമായി അവർ ചെയ്യുന്നുണ്ട്. ഇന്നിപ്പോൾ അറേബ്യൻ രാജ്യങ്ങളിലൊക്കെ വളരെ വ്യക്തമായി നമുക്കത് കാണാൻ കഴിയും. ചാരായം വിൽപ്പന പോലും ഇന്നവിടെ നിരോധിച്ചിരുന്നത് ഇന്നവിടെ നിരോധനം എടുത്തു കളഞ്ഞിരിക്കുന്നു. അതെ. ഞാൻ ഈ പറഞ്ഞു വന്നത്, ഈ ലോട്ടറി കടകൾ എല്ലാം തന്നെ അഗ്നിക്ക് വിധേയമാകുമായിരുന്നു മറ്റ് സമുദായങ്ങളെയാണെങ്കിൽ. അതെ. ഒറ്റ ലോട്ടറി കടയിലും ഇവിടെ അവശേഷിക്കില്ല, തീ വെച്ച് അതിനെ ഇല്ലാതാക്കിയതിന്. പക്ഷേ ഹിന്ദു സഹിഷ്ണുതയുടെ പേരിൽ, സഹവർത്തിത്വത്തിൻ്റെ പേരിൽ അധികം നമ്മൾ ആലോചിക്കുന്നു. അത് ആലോചിക്കുന്നത് ഒരു തെറ്റല്ല. വോട്ട് ബാങ്ക് രാഷ്ട്രീയം ഇല്ലാത്തതുകൊണ്ടാണോ ഹിന്ദുവിനൊരു അങ്ങനെ ഒരു വോട്ട് എന്നുള്ള സംഭവം ഇല്ലാത്തതുകൊണ്ടാണോ വിഘടിച്ച് നിൽക്കുകയാണ്? തീർച്ചയായും ഹിന്ദുവിനെ ഇവിടെ ആർക്കും ആവശ്യമില്ല. കാരണം ഹിന്ദു മതത്തിൽ വരുന്ന ഭൂരിപക്ഷം ആളുകളാണ് ഇവിടെ കമ്മ്യൂണിസത്തെ നിലനിർത്തിയിരിക്കുന്നത്. അതെ. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ 90% ആളുകളും ഹിന്ദുക്കളാണ്. ആ ഹിന്ദുവിന് ഞാനൊരു ഹിന്ദുവാണ് എന്ന് പറയാൻ നട്ടല്ലില്ല, ആണത്തമില്ല, ചങ്കുറപ്പില്ല. പക്ഷേ ആ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ തന്നെയുള്ള ഇസ്ലാം വളരെ പച്ചയായി ഞാനൊരു മുസ്ലിമാണ് എന്ന് പറയുന്നു. വളരെ പരസ്യമായി അവൻ മസ്ജിദിൽ പോകുന്നു. ഇവിടുത്തെ ഹിന്ദുവിൻ്റെ അവസ്ഥ അതല്ല. അവനെന്തോ നഷ്ടപ്പെടും എന്നുള്ള ഒരു ഭീതിയാണ്. നിയമസഭയ്ക്കുള്ളിൽ തന്നെ നിസ്കരിക്കാനുള്ള എല്ലാ സംവിധാനങ്ങളും ചെയ്തിട്ടുണ്ട് ഈ നോമ്പ് കാലങ്ങളിൽ. എന്നാൽ ഈ ഒരു ശബരിമല സീസൺ ആവട്ടെ, മറ്റ് വ്രതാനുഷ്ഠാനങ്ങളാവട്ടെ, അവിടെ യാതൊരു സൗകര്യങ്ങളും ഇല്ല. ഞാൻ കുറേ കാലം അവിടെ ഡ്യൂട്ടി ചെയ്ത ഒരാളാണ്, ചാനലിൻ്റെ ഭാഗമായി നിന്ന്. എനിക്ക് അപ്പോഴൊക്കെ തോന്നിയിട്ടുണ്ട് എന്തുകൊണ്ടായിരിക്കും ഇങ്ങനെ ഒരു സാധനം. സ്വാമിജി എങ്ങനെ അത് കാണുന്നു? അത് വേറെ ഒന്നും കൊണ്ടല്ല. ഹിന്ദുവിന് മാറ്റിവെക്കാൻ കഴിയുന്നത്, വളരെ എളുപ്പത്തിൽ മാറ്റിവെക്കാൻ കഴിയുന്നത്, വേണ്ടെന്ന് വയ്ക്കാൻ കഴിയുന്നത്, വേണ്ടാത്തത് അവൻ്റെ മതത്തിൻ്റെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളുമാണ്. കൃത്യമായി ക്ഷേത്രത്തിൽ പോകണം എന്നവനില്ല. അവൻ്റെ സംസ്കാരത്തെ അവൻ ബഹുമാനിച്ചു കൊള്ളണം എന്ന് അവന് ചിന്തയില്ല. ഭൂരിപക്ഷം വരുന്ന ഹിന്ദുവിൻ്റെ കാര്യമാണ് പറയുന്നത്. അതിൽ ബഹുഭൂരിപക്ഷം വരുന്നത് കമ്മ്യൂണിസ്റ്റുകാരനാണ്. ആ ഹിന്ദുവിന് എവിടെയാണ് നമസ്കാരം? ആ ഹിന്ദുവിന് എവിടെയാണ് ആചാരം? ഇതൊക്കെ രഹസ്യമായി ജ്യോത്സ്യൻ്റെ അടുത്തും തന്ത്രിയുടെ അടുത്തും ഒക്കെ പോവുകയും സ്വന്തം കാര്യങ്ങൾ ചെയ്യുകയും ഭാര്യമാരെയോ അതുപോലെ തന്നെ മക്കളെയോ ഒക്കെ പറഞ്ഞ് ക്ഷേത്രത്തിൽ അയക്കുകയും പരിഹാരത്തിന് വഴിപാടുകളും മറ്റു കാര്യങ്ങളും ചെയ്യുകയും ഒക്കെ ചെയ്യുന്നു. എന്താണ് ഇതിൻ്റെ അർത്ഥമെന്ന് മനസ്സിലാകുന്നില്ല. ഹിപ്പോക്രസി എന്നാണ് ഇതിന് ഇംഗ്ലീഷിൽ പറയുന്ന ഒരു വാക്ക്. അതിൻ്റെ മൂർത്തിമത് ഭാവമാണ് ഇവിടുത്തെ നേതാക്കന്മാർ പലരും. മനസ്സിലായി? ഇത് ഹിന്ദുക്കൾ ഉണർന്നേ മതിയാവും. ഇല്ലാത്തിടത്തോളം നമ്മുടെ സംസ്കാരം എന്ന് പറയുന്നത് പ്രശ്നമില്ല. കാരണം എന്ന് പറഞ്ഞാൽ ചവിട്ടുകൊണ്ടാൽ മാത്രം ഉണരുന്ന ഒരു വിഭാഗമായി ഇവിടുത്തെ ഹിന്ദു മാറി. തീർച്ചയായും ചവിട്ടുകൊണ്ടാൽ മാത്രമേ അവൻ ഉണരൂ. ആ ചവിട്ട് കൊണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇനി എത്ര നാൾ ഇത് സഹിക്കണം എന്നൊക്കെ അവൻ തീരുമാനിക്കട്ടെ. ഏറ്റവും അധികം ശബരിമലയായിട്ട് ബന്ധപ്പെട്ട് സംസാരിക്കേണ്ട ഇടം കൂടിയാണ് ഇവിടെ. പരമപൂജനീയ സ്വാമിജി അദ്ദേഹത്തിൻ്റെ വലിയൊരു പദ്ധതിയൊക്കെ ഈ സമൂഹത്തിന് വേണ്ടി കൊടുത്തതാണ്. അത് ആരും നടപ്പിലാക്കിയില്ല. ഹരിവരാസനം പദ്ധതി. എനിക്ക് തോന്നുന്നു അത്തരം പദ്ധതികളൊക്കെ ഉണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള സ്വർണ്ണ വേട്ടയോ കൊള്ളയോ ഒക്കെ നടക്കില്ല എന്നെനിക്ക് തോന്നിപ്പോയി ഈ അടുത്ത കാലത്ത്. എന്തുകൊണ്ടാണ് ഇത്തരം നല്ല പദ്ധതികൾ ആരും ഏറ്റെടുക്കാത്തത്? ആവശ്യബോധമുള്ള ഹിന്ദു ഇവിടെ ഇല്ലാത്തതുകൊണ്ട് തന്നെയാണ്. ഹിന്ദു ഇവിടെ ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സംഘടിതരായ ഹിന്ദു ഇവിടെ ഇല്ല. സംഘടിതരായ ഹിന്ദുവിന് മാത്രമേ വോട്ട് ബാങ്ക് ഉള്ളൂ. ഇവിടുത്തെ ഹിന്ദു വിചാരിച്ചാൽ ആരെയും തോൽപ്പിക്കാൻ കഴിയില്ല, ആരെയെങ്കിലും പ്രത്യേകിച്ച് ജയിപ്പിക്കാനും കഴിയില്ല എന്നൊരു വിചാരം ഇവിടുത്തെ ഭരണാധികാരികൾക്ക് വന്നു. അത് ഇടതുപക്ഷമായാലും വലതുപക്ഷമായാലും അത് മാറി വരുന്നു എന്നുള്ളൊരു ആശ്വാസമാണ് ഇപ്പോഴുള്ളത്. ഇത് വലിയൊരു തിരിച്ചടിയാകും ഹിന്ദുവിനെ എതിരെ തിരിഞ്ഞാൽ എന്നുള്ള ഒരു സമയം വരുന്നു. അത് വളരെ ശക്തമായി ആ പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകും. അതിനുവേണ്ടി ഇവിടുത്തെ സന്യാസിമാരെല്ലാം ഒന്നടങ്കം അതിനുവേണ്ടി മുന്നോട്ട് വരും, യാതൊരു സംശയവുമില്ല. ഇവിടുത്തെ നായരെയും ഈഴവനെയും അതുപോലെ മറ്റു സമുദായങ്ങളെയും ഒക്കെ വേർതിരിച്ച് അവരെയൊക്കെ മാറ്റി നിർത്താൻ അല്ലെങ്കിൽ തമ്മിലടിപ്പിക്കാനുള്ള കാര്യങ്ങൾ കൊണ്ടുവന്ന് അവനെ വിഘടിപ്പിക്കുവാനുള്ള പരിശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇവിടുത്തെ ഇടതും വലതും മാറി. ഇത് ഇനിയും വിലപ്പോവില്ല. കാരണം ഇന്ന് ചവിട്ട് കൊണ്ടുപോകും. ഇവിടുത്തെ ഈഴവൻ മനസ്സിലാക്കി കഴിഞ്ഞു. ഈഴവൻ എന്ന് പറയുന്നത് ഹിന്ദു എന്ന് പറയുന്ന ഒരു മഹാവൃക്ഷത്തിൻ്റെ ഒരു ശാഖയാണ്. നായരും മനസ്സിലാക്കി കഴിഞ്ഞു. നായർ എന്ന് പറയുന്നത് മറ്റൊരു ശാഖയാണ്. ഹിന്ദു എന്ന് പറയുന്നത് മഹാവൃക്ഷമാണ്. അതിൻ്റെ വേരിലാണ് കത്തിവെച്ചിരിക്കുന്നത്. കടയ്ക്കൽ കത്തിവെച്ചാൽ പിന്നെ ശാഖകൾ ഉണ്ടാകുമോ? ഇല്ല. അപ്പോൾ ആ രീതിയിൽ നമ്മുടെ സംസ്കാരത്തെ, നമ്മുടെ പൈതൃകത്തെ സംരക്ഷിക്കുന്നവനും മാത്രമേ എൻ്റെ വോട്ടുള്ളൂ എന്ന് ഇവിടുത്തെ നായരും ഈഴവനും പറയനും പൊലയനും നമ്പൂതിരിയും ഒരുമിച്ച് ചിന്തിക്കുന്ന ഒരു സമയം ഇത് അധികം വൈകാതെ തന്നെ വരും. കാരണം ചവിട്ടുകൊണ്ട് അവൻ്റെ ക്ഷമയുടെ നെല്ലിപ്പലക കണ്ടു കഴിഞ്ഞിരിക്കുന്നു. ഈ ശബരിമലയിലെ ഈ സ്വർണ്ണ വേട്ട, സ്വർണ്ണക്കൊള്ള
അത് ഒരുപാട് വാർത്തകളും ഭയങ്കര ചലനങ്ങളും ഉണ്ടാക്കിയ സിറ്റുവേഷനാണ്. ഇത് സാധാരണ ഒരു ക്ഷേത്രത്തിലാണ് ഇത് സംഭവിച്ചിരുന്നെങ്കിൽ ചിലപ്പോൾ ചില പരിഹാരങ്ങളൊക്കെ പറഞ്ഞ് നമ്മൾ അത് വേറെ രീതിയിലായിപ്പോയേനെ. ഇത്രയും ഒരു പ്രഗത്ഭമായൊരു ക്ഷേത്രം പകൽ കൊള്ള. ഇപ്പോൾ ഫോട്ടോസ് നോക്കുമ്പോൾ ഈ കൊള്ള നടത്തിയ ആളും മുഖ്യമന്ത്രിയും ഒരു വേദിയിൽ. നോക്കൂ, അതിന് കാരണം വേറൊന്നുമല്ല. കള്ളനെ കാവലേൽപ്പിക്കുക എന്ന് കേട്ടിട്ടില്ലേ? കള്ളനെയാണ് കാവലേൽപ്പിച്ചിരിക്കുന്നത്. കള്ളനെ കാവൽ ഏൽപ്പിക്കുകയല്ല, കള്ളൻ കാവൽ ഏറ്റെടുത്തിരിക്കുകയാണ്. അപ്പോൾ താക്കോൽ ആരുടെ കയ്യിലാണ്? കള്ളൻ്റെ കയ്യിൽ തന്നെയാണ്. അവിശ്വാസിക്കെന്തിനാ ക്ഷേത്രം? അവിശ്വാസിക്കെന്താ അയ്യപ്പൻ? അവിടെ വന്ന നേതാക്കന്മാർ, രാഷ്ട്രീയ നേതാക്കന്മാർ നിൽക്കുന്നത് കണ്ടിട്ടില്ലേ? കയ്യും പറയെ കെട്ടി നിൽക്കുന്ന കണ്ടിട്ടുണ്ടോ? തൊഴില്ല. അവിടെ ഇരിക്കുന്നത് അതേസമയം ഒരു യേശുവിൻ്റെയോ അല്ലെങ്കിൽ മറ്റേ മുഹമ്മദിൻ്റെയോ സങ്കല്പത്തിലുള്ള എന്തെങ്കിലും ഒരു സാധനമാണെങ്കിൽ ഇങ്ങനെ കൈകെട്ടി അലസമായി അല്ലെങ്കിൽ അവഗണനയോടുകൂടി പുച്ഛത്തോടുകൂടി ആരെങ്കിലും നിൽക്കുമോ? ഇല്ല, ഉറപ്പായിട്ടും. അവിടെ അകത്തിരിക്കുന്നതാണല്ലേ നിങ്ങളുടെ കൃഷ്ണൻ എന്ന് ചോദിക്കുമോ? നിങ്ങളുടെ കൃഷ്ണൻ ഈ പറഞ്ഞവനെ സൃഷ്ടിച്ചതും ഇതേ ഭഗവാൻ തന്നെയാണ്. അവൻ്റെ അമ്മയെയും അച്ഛനെയും മക്കളെയും ഈ പ്രപഞ്ചത്തെ ആകമാനം സൃഷ്ടിച്ച ഏറ്റവും വലിയൊരു സങ്കല്പമാണ് ഹിന്ദുവിനെ സംബന്ധിച്ച് ഈശ്വരൻ. അത് കൃഷ്ണനായാലും രാമനായാലും ശിവനായാലും. അതിനെ നിഷേധിക്കുന്ന ഒരുത്തൻ മുഖ്യമന്ത്രിയുടെ കസേരയിലോ മന്ത്രി കസേരയിലോ ഇരിക്കാൻ ഒരു മുസ്ലിമിൻ്റെ രാജ്യത്ത് കഴിയുമോ? ഒരു ക്രിസ്ത്യാനിയുടെ രാജ്യത്ത് കഴിയുമോ? പക്ഷേ ഇതൊക്കെ ഇവർ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, അല്പം കൂടെ മുന്നോട്ട് പോകുമ്പോൾ ഇവിടെ ഒരു കമ്മ്യൂണിസ്റ്റുകാരനും ഒരു കസേര പോലും കിട്ടാത്തൊരു സമയം വരും. ഇവിടുത്തെ ഒരു കോൺഗ്രസ്സുകാരനും കോൺഗ്രസിൻ്റെ പേരിൽ ഇവിടെ ഭരിക്കാൻ പറ്റാത്തൊരു സാഹചര്യം വരും. ഒരു BJP-കാരനും ഇവിടെ ഉണ്ടാവുകയുമില്ല. കാരണം 2047 ടാർഗറ്റ് ചെയ്യുന്ന വർഷം. 2047 ഇതൊരു ഇസ്ലാമിക റിപ്പബ്ലിക്കായി മാറും എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ഭാരതത്തെ ഒരു ഇസ്ലാമിക റിപ്പബ്ലിക്കാക്കി മാറ്റുവാനുള്ള ആഗോളതലത്തിലുള്ള ചിട്ടയോടുകൂടി രഹസ്യാത്മകമായ പ്രവർത്തനങ്ങൾ പരസ്യമായും നടത്തിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളത് ഇവിടെ അറിയാത്ത കാര്യമാണോ? അങ്ങനെ വന്നാൽ ഈ ലോകത്തെ ഏതൊരു ഇസ്ലാമിക് റിപ്പബ്ലിക്കിലാണ് അവിടുത്തെ നിലനിന്നിരുന്ന ഭരണഘടന ബഹുമാനിക്കപ്പെട്ടിട്ടുള്ളത്? ഏത് ഇസ്ലാമിക റിപ്പബ്ലിക്കിലാണ് ജനാധിപത്യം നിലനിൽക്കുന്നത്? ഏത് ഇസ്ലാമിക റിപ്പബ്ലിക്കിലാണ് ഇവിടെ കമ്മ്യൂണിസ്റ്റും കോൺഗ്രസും ഉള്ളത്? ഒന്ന് പറയൂ. ഇവിടെ നമ്മുടെ ഭരണഘടനയെ മാനിക്കണം എന്ന് പറയുമ്പോൾ ഈ മാനിക്കണമെന്ന് പറയുന്ന മുസ്ലിം ലീഗോ അല്ലെങ്കിൽ മാനിക്കണമെന്ന് പറയുന്ന കമ്മ്യൂണിസ്റ്റുകാരനോ ഇനി അത് പറയാൻ പറ്റാത്ത ഒരു സമയം അനതിവിദൂരമായ ഭാവിയിൽ ഉണ്ടാകും. മനസ്സിലായില്ലേ? അപ്പോൾ അതാണ് പ്രധാനമായി ശബരിമലയെ സംബന്ധിച്ച് പറയുമ്പോൾ ജഗദ്ഗുരുസ്വാമി സത്യാനന്ദ സരസ്വതി തൃപ്പാദങ്ങൾ വളരെ സുന്ദരമായ സമഗ്രമായ ഒരു പദ്ധതിക്ക് രൂപം കൊടുത്തു. ഹരിവരാസനം പദ്ധതി. AK ആൻ്റണി മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ അദ്ദേഹത്തിന് സമർപ്പിച്ചതാണത്. ഇവിടുത്തെ തന്ത്രിമാരും അതുപോലെ എഞ്ചിനീയർമാരും ആർക്കിടെക്റ്റുകളും ജ്യോത്സ്യന്മാരും എന്ന് വേണ്ട ഈ നമ്മുടെ സമൂഹത്തിൻ്റെ വിവിധ തുറകളിൽ ക്ഷേത്രവും ക്ഷേത്രകലകളുമായി ബന്ധപ്പെട്ട് ആ തച്ചുശാസ്ത്രവുമായി ബന്ധപ്പെട്ട് എല്ലാം പ്രവർത്തിക്കുന്നവരെ പന്തളം കൊട്ടാരത്തിൽ വിളിച്ചു വരുത്തി 100-ലധികം ആളുകൾ ഇരുന്ന് സ്വാമിജി ആ പദ്ധതി അവതരിപ്പിച്ച് തെറ്റുകുറ്റങ്ങൾ ഉണ്ടോ എന്ന് പരിശോധിച്ച് അതുപോലെ ചർച്ചയ്ക്ക് വിധേയമാക്കി അത് തെറ്റുകുറ്റങ്ങൾ ഇല്ലാത്തതാണ് എന്ന് പൂർണ്ണമായും ബോധ്യപ്പെട്ടും അവതരിപ്പിച്ചൊരു പദ്ധതിയാണ്. മിനിമം വരുന്ന 100 വർഷം അവിടെ വരുന്ന ഒരു അയ്യപ്പനും യാതൊരു തരത്തിലും തിക്കിലും തിരക്കിലും പെട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാതിരിക്കാൻ, അവൻ്റെ ആരോഗ്യപരമായ പ്രശ്നങ്ങൾ ഉണ്ടായാൽ അതിന് പരിഹാരം കാണാൻ ഇനി മണിക്കൂറുകളോളം 10, 12, 18, 20 മണിക്കൂറുകളോളം ക്യൂ നിന്നാലുണ്ടാകുന്ന പ്രശ്നം ഒഴിവാക്കുവാൻ തക്ക രീതിയിൽ വളരെ ശാസ്ത്രീയമായി സ്വാമിജി സംവിധാനം ചെയ്തൊരു കാര്യമാണത്. അന്ന് അദ്ദേഹം പറഞ്ഞു, അവിടെ ക്ഷേത്രവുമായി ചുറ്റി നിൽക്കുന്ന തൊട്ടടുത്ത് നിൽക്കുന്ന കെട്ടിടങ്ങൾ ഇടിച്ചു പൊളിച്ച് കളയണം. അതിനെയൊക്കെ ഒരു നിശ്ചിതമായ അകലത്തിൽ വേണം അത് ചെയ്യാൻ. എവിടെ നിന്നാലും ആളുകൾക്ക് അയ്യപ്പൻ്റെ ദർശനം കിട്ടുന്ന രീതിയിൽ വേണം അവിടുത്തെ ക്യൂ എന്ന് തയ്യാറാക്കാൻ. അങ്ങനെ ഒരു മേരുവിൻ്റെ രീതിയിൽ ഒരു പഞ്ചപ്രാകാരങ്ങളോട് കൂടിയിട്ട് 5 പ്രാകാരങ്ങളാണ്. ഏറ്റവും വെളിയിലുള്ള ആ പ്രാകാരത്തിൽ 4 ഗേറ്റുകളുണ്ടാവും. എല്ലാ പ്രാകാരങ്ങളിലും ഓരോരോ ഗേറ്റുകളുണ്ടാവും. ഏറ്റവും വെളിയിലുള്ള പ്രാകാരത്തിൽ ഗേറ്റുകൾ അടച്ചാൽ അകത്താർക്കും പോകാൻ കഴിയാത്ത ഒരവസ്ഥയുണ്ടാവും. ക്യൂ നിൽക്കുന്നവർക്ക് ഇരിക്കാൻ തിരുപ്പതിയിലെ കണ്ടിട്ടുണ്ടാവും. അതൊക്കെ പലയിടത്തും അതൊക്കെ പിൽക്കാലത്ത് വന്നതാണ്. ഇതൊക്കെ സ്വാമിജി 30 കൊല്ലം മുമ്പേ 30-35 വർഷം മുമ്പേ വിഭാവന ചെയ്ത കാര്യങ്ങളാണ്. എസ്കലേറ്ററോടൊപ്പം ആർക്കും തള്ളേണ്ട കാര്യമില്ല. ക്യൂ നിന്നാൽ മതി, എസ്കലേറ്റർ ആളുകളെയും കൊണ്ട് പൊക്കോളും. ഈ രീതിയിൽ വളരെ വ്യക്തമായ ഒരു പദ്ധതി സ്വാമിജി ആവിഷ്കരിച്ചതാണ്. അത് ആവിഷ്കരിക്കുമ്പോൾ അതിനാവശ്യമായ ക്യാമറകളുണ്ടാകും. അവിടെ ആർക്കും യാതൊരു തരത്തിലും യാതൊരു വിധത്തിലും അഴിമതി കാണിക്കാൻ പറ്റാത്ത ഒരു മാനേജ്മെൻറ്റ് സിസ്റ്റം, അഡ്മിനിസ്ട്രേറ്റീവ് സിസ്റ്റം കൂടി സ്വാമിജി സജസ്റ്റ് ചെയ്തിരുന്നു. അപ്പോൾ ഒന്ന്, ക്ഷേത്രവിശ്വാസിയെ ക്ഷേത്രത്തിൽ നിയമിക്കണം.
അതെ അതെ. ക്ഷേത്രവിശ്വാസിയെ അല്ല അവിടെ നിയമിച്ചിരിക്കുന്നത്. കാരണം സർക്കാരിന് അല്ലെങ്കിൽ പാർട്ടിക്ക് എന്ന് പറയുന്നതായിരിക്കും നല്ലത്, സർക്കാരിനല്ല. പാർട്ടിക്ക് ഫണ്ടുണ്ടാക്കാൻ, കാശുണ്ടാക്കാൻ വേണ്ടി ക്ഷേത്രങ്ങളിൽ പാർട്ടിയുടെ ആളുകളെ, ആ വിശ്വാസികളെ അവിടെ നിയമിച്ചുകൊണ്ട്, വഴിവിട്ട് നിയമിച്ചുകൊണ്ട് അവിടുത്തെ കാശ് കൊള്ളയടിക്കാൻ അല്ലെങ്കിൽ സ്വർണം കൊള്ള ചെയ്യുവാൻ ഉള്ളൊരു സംവിധാനം വളരെ ബുദ്ധിപൂർവ്വം AKG സെൻറ്ററിൽ നിന്ന് ആലോചിച്ച് വച്ചിരിക്കുകയാണ്. ഇതിനാരെയാണ് കുറ്റം പറയേണ്ടത്? ഇവിടുത്തെ ഹിന്ദുവിനെയാണ് കുറ്റം പറയേണ്ടത്. തീർച്ചയായും ഇല്ലേ? തീർച്ചയായും. അതാണ് എത്ര നാൾ നിങ്ങൾ ഈ ചുവന്ന കൊടിയും പിടിച്ച് നടക്കും എന്നൊരു ചോദ്യമുണ്ട്. നിങ്ങളുടെ മക്കളുടെ അവസ്ഥ നാളെ എന്താകും എന്ന് നിങ്ങൾ ആലോചിക്കുന്നുണ്ടോ? ഇവിടുത്തെ കോൺഗ്രസ് ആലോചിക്കുന്നുണ്ടോ? മതേതരത്വം പറയുന്ന കോൺഗ്രസ് എത്ര കാലം നിങ്ങൾക്കൊരു പക്ഷേ ഒരു 10, 15, 20 കൊല്ലം പ്രശ്നമില്ലാതെ പോയെന്നിരിക്കും. പക്ഷേ നിങ്ങളുടെ മക്കൾക്ക് ഇവിടെ സ്വസ്ഥമായി ജീവിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടാവില്ല. ഇവിടെ മതേതരത്വം ഉണ്ടാവില്ല. ഇവിടെ നമ്മുടെ ഭരണഘടന ഉണ്ടാവില്ല. ഇതൊക്കെ അറബിക്കടലിലും ബംഗാൾ ഉൾക്കടലിലും പോവും. മനസ്സിലായോ? ഇത് എത്രയോ വിദേശ രാജ്യങ്ങളിൽ ഇത് അനുഭവം വന്നുകൊണ്ടിരിക്കുകയാണ്. അതെ അതെ അതെ. വിദേശ രാജ്യങ്ങളിൽ നിന്ന് ഇത്തരത്തിലുള്ള തീവ്രവാദികളെ, ജിഹാദികളെ ഓടിച്ചുകൊണ്ടിരിക്കുകയാണ്. തീർച്ചയായിട്ടും. നമ്മുടെ ഇവിടെ ബംഗ്ലാദേശിൽ നിന്നും പാകിസ്ഥാനിൽ നിന്നും അതുപോലുള്ള മറ്റൊരു സ്ഥലങ്ങളിൽ നിന്നും ആളുകൾ ഇന്നും വന്നു ചേർന്നുകൊണ്ടിരിക്കുകയാണ് നിയമരഹിതമായിട്ട്. യാതൊരു പൗരത്വത്തിനുമുള്ള അർഹതയില്ലാത്തവർ. അവരെ പുറത്താക്കണമെന്ന് പറയുമ്പോൾ അതിനുവേണ്ടി ഓരോ നടപടികൾ സ്വീകരിക്കുമ്പോൾ നടപടി സ്വീകരിച്ചവനെതിരെ സമരം ചെയ്യാൻ വരുന്നത് ആര്? അവൻ ഏത് പാർട്ടിക്കാരനായാലും ഏത് മതക്കാരനായാലും അവനെ ജിഹാദി എന്ന് മാത്രമേ നമുക്ക് വിളിക്കാൻ പറ്റൂ.